എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അഷ്ടമിയാത്ര എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻസ്: പൂന്താനം നമ്പൂതിരി, മഴമംഗലം നമ്പൂതിരി, നടുവത്തച്ഛൻ നമ്പൂതിരി, മേൽപുത്തൂർ ഭട്ടത്തിരിപ്പാട്. ഉത്തരം നടുവത്തച്ഛൻ നമ്പൂതിരിയാണ്. അഷ്ടമിയാത്ര എന്ന കൃതിയുടെ കർത്താവ് നടുവത്ത് അച്ഛൻ നമ്പൂതിരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. സൂര്യൻ്റെ തേരിൽ എത്ര കുതിരകളുണ്ട്? സൂര്യൻ്റെ തേരിൽ എത്ര കുതിരകളുണ്ട്? ഓപ്ഷൻസ്: 7, 10, 11, 5. 7 കുതിരകളാണ് സൂര്യൻ്റെ തേരിലുള്ളത്. 7 കുതിരകളാണ് സൂര്യൻ്റെ തേരിലുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം ഏതാണ്? ഓപ്ഷൻസ്: 1925, 1930, 1947, 1910. ഉത്തരം 1925. 1925 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ശകവർഷത്തിൽ ആഷാഢത്തിന് തുല്യമായ മലയാള മാസം ഏതാണ്? ആഷാഢത്തിന് തുല്യമായ മലയാള മാസം ഏതാണ്? ചിങ്ങം, കർക്കടകം, കന്നി, ധനു. ഉത്തരം കർക്കടകം. കർക്കടകമാണ് ശകവർഷത്തിൽ ആഷാഢത്തിന് തുല്യമായ മലയാള മാസം. അടുത്ത ചോദ്യം നോക്കാം. ഗുരുവായൂർ ഏകാദശി ഏത് മാസത്തിലാണ്? ഓപ്ഷൻസ്: എടവം, മേടം, വൃശ്ചികം, ചിങ്ങം. ഉത്തരം വൃശ്ചികം. വൃശ്ചിക മാസത്തിലാണ് ഗുരുവായൂർ ഏകാദശി നടക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മാനവേദൻ രാജാവിൻ്റെ കൃഷ്ണഗീതി എന്ന കൃതിയിൽ നിന്ന് പിറന്ന കലാരൂപം ഏതാണ്? കൃഷ്ണനാട്ടം, രാമനാട്ടം, ഭരതനാട്യം, കഥകളി. ഉത്തരം കൃഷ്ണനാട്ടമാണ്. മാനവേദൻ രാജാവിൻ്റെ കൃഷ്ണഗീതി എന്ന കൃതിയിൽ നിന്ന് പിറന്ന കലാരൂപം കൃഷ്ണനാട്ടമാണ്. അടുത്ത ചോദ്യം. ക്ഷേത്രത്തിൽ അഗ്രശാല എന്നാൽ എന്താണ്? ഓപ്ഷൻസ്: ഊട്ടുപുര, ചുറ്റമ്പലം, കുളപ്പുര, നാലമ്പലം. ഉത്തരം ഊട്ടുപുരയാണ്. ഊട്ടുപുരയാണ് ക്ഷേത്രത്തിൽ അഗ്രശാല എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഉത്തരായന കാലം ഏതാണ്? ഉത്തരായന കാലം ഏതാണ്? ഓപ്ഷൻസ്: മകരം മുതൽ മിഥുനം വരെ, കർക്കടകം മുതൽ ധനു വരെ, കുംഭം മുതൽ കർക്കടകം വരെ, ചിങ്ങം മുതൽ മകരം വരെ. ഉത്തരം മകരം മുതൽ മിഥുനം വരെയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനത്താവളത്തിൻ്റെ പേരെന്താണ്? വൃന്ദാവനം, പുന്നത്തൂർ കോട്ട, ആനയടി എസ്റ്റേറ്റ്, മമ്മിയൂർ. ഉത്തരം പുന്നത്തൂർ കോട്ട. പുന്നത്തൂർ കോട്ട എന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ആനത്താവളത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം നോക്കാം. അർക്കൻ ആരുടെ പര്യായ പദമാണ്? അർക്കൻ ആരുടെ പര്യായ പദമാണ്? ചൊവ്വ, സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ. ഉത്തരം സൂര്യൻ. സൂര്യൻ്റെ പര്യായ പദമാണ് അർക്കൻ. അടുത്ത ചോദ്യം നോക്കാം. കർണൻ്റെ വളർത്തച്ഛൻ്റെ പേരെന്താണ്? ഓപ്ഷൻസ്: യയാതി, നഹുഷൻ, അങ്കിരസ്, അതിരഥൻ. ഉത്തരം അതിരഥൻ. അതിരഥൻ എന്നാണ് കർണൻ്റെ വളർത്തച്ഛൻ്റെ പേര്. അടുത്ത ചോദ്യം നോക്കാം. ഹംസം ഏത് ആട്ടക്കഥയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻസ്: നളചരിതം, ഉത്തരാ സ്വയംവരം, കല്യാണ സൗഗന്ധികം, ഭഗവതം. ഉത്തരം നളചരിതം. നളചരിതം ആട്ടക്കഥയിലെ കഥാപാത്രമാണ് ഹംസം. അടുത്ത ചോദ്യം നോക്കാം. കൊല്ലവർഷം ആരംഭിച്ച വർഷം? ഓപ്ഷൻസ്: AD 825, AD 824, AD 820, AD 800. ഉത്തരം AD 825. AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന ദിവസം? ഓപ്ഷൻസ്: 1957 നവംബർ 1, 1950 ജനുവരി 26, 1947 ആഗസ്റ്റ് 15, 1936 നവംബർ 12. ഉത്തരം 1936 നവംബർ 12. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.